കപ്പൽ ദുരന്തവും പ്രകൃതി ദുരന്തവും മൂലം ദുരിതം അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് കൊച്ചി നിയോജക മണ്ഡലം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടന ജാഥ നടത്തി. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് AC ക്ലാരൻസ് പ്രകടനം ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തര സഹായം എത്തിക്കുക. കപ്പൽ ദുരന്തവും പ്രകൃതി ദുരന്തവും മൂലം ദുരിതം അനുഭവിക്കുന്ന കടൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കൊച്ചി നിയോജക മണ്ഡലം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രവർത്തകർ തീപ്പന്തം കൊളുത്തി പ്രകടന ജാഥ നടത്തിയത്. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് AC ക്ലാരൻസ് പ്രകടനം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇന്ന് ഇവിടെ ഈ പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു കപ്പലപകടം ഇവിടെ ഉണ്ടായി. ആ കപ്പലപകടത്തില് മത്സ്യത്തൊഴിലാളികൾക്ക് വളരെയധികം ഖേദകരമായ പല പരിപാടികളും അവിടെ നടന്നിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ കടലിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക. വിഷങ്ങൾ നിറഞ്ഞ കണ്ടെയ്നറുകൾ ഇന്നും കടലിലൂടെ ഒഴുകി നടക്കുകയാണ്. മത്സ്യബന്ധനം നടത്താൻ അവിടെ കഴിയുന്നില്ല. അതുമൂലം മത്സ്യത്തൊഴിലാളികൾ വളരെയധികം പട്ടിണിയിൽ ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ആവശ്യം നമുക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തിരമായി ധനസഹായം നൽകണം എന്നാണ് പറയുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമുക്ക് 1000 രൂപയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ 1000 രൂപ നമുക്ക് ഒന്നിനും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്നത്തെ നിലവിൽ നമുക്കുള്ളത്. വൈസ് പ്രസിഡന്റ് ക്ലെമന്റ് റോബർട്ട്, ജില്ലാ സെക്രട്ടറിമാരായ സോഫി രാജു, ബിബിൻ ഐസക്, ബ്ലോക്ക് പ്രസിഡന്റ് സേവ്യർ സാജൻ, മണ്ഡലം പ്രസിഡന്റുമാരായ സിജു, ആൽബി, ബ്ലോക്ക് പ്രസിഡന്റ് സാജൻ സേവ്യർ, ജില്ലാ സെക്രട്ടറി MG ആന്റണി, ചുള്ളിക്കൽ മണ്ഡലം പ്രസിഡന്റ് ഷൈജു ആന്റണി, ബ്ലോക്ക് സെക്രട്ടറി ഡിറ്റോ കാർലോസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷിബു, VG ഫ്രാൻസിസ്, രമേശ്, ബ്ലോക്ക് സെക്രട്ടറി സാംസൺ എന്നിവർ യോഗത്തിന് നേതൃത്വം നൽകി. തീരദേശത്തെ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളായ നമ്മൾ ഓരോരുത്തരും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കടലിലുണ്ടായ കപ്പൽ ദുരന്തം. സാധാരണ അപകടങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ എങ്കിലും ആ അപകടം ഉണ്ടായി കഴിയുമ്പോൾ ആ തീരദേശത്ത് അല്ലെങ്കിൽ ആ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആ തൊഴിലാളികളെ അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങളുടെ അവരുടെ ക്ഷേമം അന്വേഷിക്കുകയും അവരുടെ തൊഴിലിടങ്ങൾ ശുദ്ധമാക്കുകയും അവർ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന അവരുടെ വരുമാന മാർഗങ്ങളെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കാത്ത സാഹചര്യത്തില് എത്ര ദിവസമാണോ ജോലി ചെയ്യാൻ പറ്റാതിരിക്കുന്നത് അത്രയും ദിവസത്തേക്കുള്ള അർഹമായ നഷ്ടപരിഹാരം കൊടുത്തു തീർക്കേണ്ടതാണ് ഒരു ഭരണകൂടത്തിന്റെ ധർമ്മമെന്ന് പറയുന്നത്. ഈ കപ്പലപകടം കൊണ്ട് നമുക്ക് തീരദേശത്ത് ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. പറയുന്ന പ്രകാരമാണെങ്കിൽ മത്സ്യങ്ങൾ കഴിക്കാൻ പറ്റാതെ വരും, അതുപോലെ തന്നെ മാരക രോഗങ്ങൾ പിടിപെടും എന്നൊക്കെ പറയണം. പക്ഷേ ഇതെല്ലാം പ്രതികൂലമായി ബാധിക്കുന്നത് എപ്പോഴും മത്സ്യത്തൊഴിലാളികളെയാണ്, തീരദേശ നിവാസികളെയാണ്. ആ തീരദേശ നിവാസികൾക്ക് അനുകൂലമായ ഒരു നിലപാട് പിണറായി സർക്കാർ എടുക്കണമെന്നതിനുള്ള ഒരു സൂചന മാത്രമാണ് ഈ റാലി എന്നും ഈ റാലിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,